ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ രാത്രി വളരെ വൈകിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയി കാണുക. കാരണം അത് കണ്ടിട്ടില്ലെങ്കിൽ ഇതൊരു തേങ്ങയും മനസ്സിലാവില്ല. അതന്നെ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ നാനോ മെഷീന് 100ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റിനോടുകൂടി നമ്മൾ പുതിയൊരു സ്റ്റോറിയും പാടെ തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഓൾറെഡി 2 കണ്ടെത്തി വെച്ചുക്കണു. ഇനി ഒരെണ്ണം കൂടി ഒന്ന് കിട്ടാണ്ട് അതും പാടെ സെറ്റായിട്ട് ഞാൻ പോൾ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്നൊന്ന് തിരഞ്ഞെടുത്തിട്ട് നിങ്ങളടുത്ത് തന്നാൽ മതി. ഈ നാനോ മെഷീൻ പോലെ തന്നെ അതും കിഡിലെ ഐറ്റംസ് തന്നെയാണ്. നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ അതാരും വേണ്ടെന്നൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഗോഡ്ജാങ്ങിനെ യോവുൻ്റെ വീട്ടിൽ പോയി നോക്കിയപ്പോഴൊന്നും അവിടെ ഒരു പ്രസൻസും ഇല്ലാത്തതാണ്. അതിലാകെ ടെൻഷൻ അടിച്ച് നിൽക്കുക യോവാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും ഇടും. ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചോ. ലാസ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യോവോണ് ഡോറും തുറന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കി. ഗോഡ്ജാങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഈ അർദ്ധരാത്രിയിൽ അദ്ദേഹം എങ്ങോട്ടും പോകാൻ ഒരു സാധ്യതയില്ല. ഇപ്പോഴാണ് ഞാനിത് ചിന്തിക്കണത്. ഈ റൂമിൽ ഒരു തരി ചൂട് പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം 3-4 ദിവസമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളിവിടെ എല്ലാതും ചെക്ക് ചെയ്ത് നോക്കി മൈലോട്ട്, പക്ഷേ ഞങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറച്ച് നേരത്തിന് വേണ്ടി ഗോഡ്ജാങ് മാറി നിന്നതല്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? ചിലപ്പോൾ അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയതാവാം. എനിക്കറിയുന്നിടത്തോളം ഗോഡ്ജാങ് ഫാമിലി ഒന്നും ഇല്ലാത്തൊരു ഓർഫനാണ്. ഞാൻ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ മുക്കും മൂലയിലും ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഈ കോർട്ട്യാർഡൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഗോഡ്ജാങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഇതാണ് എനിക്ക് കൂടുതൽ സംശയം തോന്നിക്കുന്നത്. ഇവിടെ ഫൈറ്റ് നടന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് ചെറിയൊരു ട്രേസെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെത്താൻ പറ്റുമായിരുന്നു. ഇനി ഗോഡ്ജാങ്ങിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൾപ്രിറ്റ്സ് എല്ലാം നല്ല പോലെ തന്നെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ നെയ്ക്കഡ് ആയും കൊണ്ട് ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കണം. ഞാനോ ഈ സ്ഥലം മൊത്തം സ്കാൻ ചെയ്യുക, എന്നിട്ട് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോയെന്നോ ആരെങ്കിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. ഞാനോ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉപയോഗിച്ചിട്ട് അത് സ്കാൻ ചെയ്യാൻ തുടങ്ങി. നോക്കുമ്പോൾ ആ തൂണുമ്പോൾ ചെറിയൊരു അടയാളം ഉണ്ടായിരുന്നു. അത് ഞാനോ കാണിച്ചു കൊടുത്തു. എന്താ ഇത്? ഇതൊരു ഫെയിൻ്റായിട്ടുള്ളൊരു സ്വാഡ് മാർക്കാണ്. അല്ല, ഇതൊരു ഫിസിക്കൽ സ്വാഡ് കൊണ്ട് ഉണ്ടാക്കിയതല്ല, ഒരു സ്വാഡ് എനർജി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് മാത്രം പോരാ എനിക്കെന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ. കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം യൂസ് ചെയ്തതിൻ്റെ ഒരു ക്ലൂ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ക്ലൂ കിട്ടുമായിരുന്നു. ഇത് കണ്ടിട്ട് ഒരു സ്വാഡ് മാർക്ക് പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗോഡ്ജാങ്ങിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്തു. പെട്ടെന്ന് നോക്കുമ്പോൾ വാങ്ഹോലിൻ്റെ മുഖം ഒന്ന് മാറി. നോക്കുമ്പോൾ അത് യോവോനെ കണ്ടിട്ടായിരുന്നു. യോവോൻ്റെ അപ്പോഴത്തെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ലോഡ് ഇത്രത്തോളം ഇമോഷന് ഹോൾഡ് ബാക്ക് ചെയ്തിട്ട് കണ്ടിട്ടേ ഇല്ല. ഇതാണെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യാൻ പോണ ഒരു വോൾക്കാനെ കാണുന്ന പോലെ ഉണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി, അദ്ദേഹം ഗോഡ്ജാങ്ങിനെ ഒരു ഫാദറിനെ പോലെയാണ് കാണുന്നത്. അത് സ്വാഡ് മാർക്കാണെങ്കിൽ നമ്മുടെ ആൻസറിനെ ഒന്നും കൂടി അത് ചുരുക്കി തരും. ആ 6 മെയിൻ സെക്റ്റിൽ ഫൈറ്റിന് വേണ്ടി സ്വാഡ് യൂസ് ചെയ്യണത് സ്വാഡ് സെക്റ്റും ഷാഡോ സെക്റ്റും മ്യൂസീഷ്യൻ സെക്റ്റും മാത്രമാണ്. ആരാവും അതിൽ? ആ 3 കൂട്ടരും കുറ്റവാളികളാവാൻ സാധ്യതയുണ്ട്. ഷാഡോ സെക്റ്റിനാണെങ്കിൽ ഓൾറെഡി മറ്റുള്ള 4 സെക്റ്റുമാരുമായിട്ട് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ അവർക്ക് നേരം കിട്ടിയിട്ടുണ്ടാവില്ല. ഇല്ല, ഇത് ചെയ്തത് ആരാണെങ്കിലും അവർ കൃത്യമായിട്ടും വളരെ സൂക്ഷിച്ചിട്ടുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ സിറ്റുവേഷൻ എന്തായാലും ഒരു ഡിസ്ട്രാക്ഷൻ ആക്കിയിട്ട് അവർക്ക് അഡ്വാൻറ്റേജ് ആക്കി മാറ്റിയിരിക്കുകയാണ്. മൈലോഡ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സംശയം തോന്നുന്ന എല്ലാ സെക്റ്റിനെയും നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലോ? എനിക്കറിയുന്നിടത്തോളം ഒരു എൽഡേഴ്സും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അത് നമുക്ക് കാര്യങ്ങളൊന്നുകൂടി ഈസി ആക്കി മാറ്റും. അത് അത്രത്തോളം ഈസി ആവില്ല. അവരുടെ ഒന്നും ചീഫ് ഇവിടെ ഇല്ലെങ്കിലും ആ മെയിനായിട്ടുള്ള 6 സെക്റ്റിൻ്റെയും പവർ അത്രത്തോളം ഉണ്ട്. ഫ്ലൈയിങ് ഫാൻറ്റം സെക്റ്റിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അവരാണെങ്കിൽ ആ മെയിൻ സെക്ടറിൽ ഒന്നുപോലും അല്ല. പക്ഷേ അവർ ആരൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അടുത്ത നിമിഷം തന്നെ ഒരു കൂട്ടം ഫസ്റ്റ് റേറ്റ് മാസ്റ്റേഴ്സാണ് അവരുടെ മാനറിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വന്നത്. നമുക്കിനി അകത്ത് കയറാൻ ഭാഗ്യമുണ്ടെങ്കിൽ പോലും ആ മാനർ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്.
ഇത് ചെയ്തത് ആരാണെങ്കിലും അവർ ഗോഡ്ജാങ്ങിൻ്റെ പിന്നാലല്ല, നിങ്ങളുടെ പിന്നാലെയാണ് ഉള്ളതെന്ന് ക്ലിയറാണ്. അപ്പോൾ അവർ നിങ്ങൾ അക്കാഡമിയിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ പിന്നാലെയും വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്താലോ? പിന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു ജയിലാണ്. അവിടെ ആരോ അലറിങ്ങോണ്ടിരിക്കുക. നോക്കുമ്പോൾ അത് ഗോഡ്ജാങ്ങാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ആരോ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് വയ്ക്കുക. ക്യോങ്ജാങ്, നിന്നോട് ആരാടാ ഇപ്പോൾ ഉറങ്ങാൻ പറഞ്ഞ്? നോക്കുമ്പോൾ ചുട്ട് പഴപ്പിച്ചൊരു ഇരുമ്പെടുത്തിട്ട് ഗോഡ്ജാങ്ങിൻ്റെ മേൽക്കൊണ്ട് വെച്ചു. ഗോഡ്ജാങ് ആണെങ്കിൽ ആകെ അലറാൻ തുടങ്ങി. ഞാൻ ചോദിക്കണ എൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ നീ ആൻസർ പറയുന്നത് വരെ നിനക്ക് റെസ്റ്റ് ചെയ്യാനേ പറ്റില്ല. അയാൾ പിന്നെയും ഗോഡ്ജാങ്ങിനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. നീ ഭയങ്കര അഹങ്കാരിയാണല്ലോ. നീ വെറൊരു ഗാർഡ് മാത്രമാണ്. എനിക്ക് വളരെ തിരക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു വട്ടം കൂടിയും ക്വസ്റ്റ്യൻ ചോദിക്കാം. പാട്രിയാർക്കാണോ ആ ബ്രാറ്റിനെ മാർഷൽ ആർട്സൊക്കെ പഠിപ്പിച്ചത്? അല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. നീ നിൻ്റെ ഈ ലാസ്റ്റ് മൊമെൻറ്റ്സിലും മിണ്ടാതിരിക്കാനാണോ ശ്രമിക്കണത്? കണ്ടിന്യൂ ചെയ്യുക. യെസ് മാഡം. പെട്ടെന്ന് ഒരു ഗാർഡ് ലേഡി മൂൻ്റെ അടുത്തേക്ക് വന്നു. അവൻ പുറത്തിറങ്ങി. നിങ്ങൾ എന്താ ഈ പറയുന്നത്? യോവോൺ ജിയോൺ അക്കാഡമിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പെർഫെക്റ്റ്. അവനെന്തായാലും അക്കാഡമിയിൽ നിന്ന് പുറത്തിറങ്ങിയത് നല്ല ടൈമിങ്ങിലാണ്. കണ്ടിട്ട് അവൻ്റെ ലെക്ക് മുഴുവൻ യൂസ് ചെയ്തെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവനിപ്പോൾ എവിടെ ഉള്ളത്? ആ ഗാർഡ് ലേഡി മോൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുത്തു. അത് കേട്ടിട്ടാണെങ്കിൽ അവർ ചിരിക്കാൻ തുടങ്ങി. യങ് മാസ്റ്റർ, നിങ്ങളെന്തായാലും കെയർഫുള്ളായിട്ടിരിക്കണം. പിന്നെ നമ്മൾ വേറൊരു സ്ഥലമാണ് കാണിക്കുന്നത്. നീ ശരിക്കും വിചാരിക്കണ്ടോ ഇത് വർക്കാവുന്ന? എനിക്കും ഉറപ്പൊന്നുമില്ല. പക്ഷേ വാങ്ഹ്യൂല് പറഞ്ഞ പോലെ എല്ലാം നടക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട. അവർ ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നെ ആയിട്ട് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ കുറേ പേര് നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ അവർ ഒരു തരത്തിലുള്ള ചീപ്പ് ട്രിക്കും ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ലോഡിനൊരു ഇരയാക്കിയിട്ടിട്ട് തന്നെ വേണമായിരുന്നോ അവർക്ക് 3 പേർക്കും മറ്റുള്ള 3 സെറ്റിനെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാൻ? ഇതെന്തായാലും ഒരു ബോൾഡായിട്ടുള്ള പ്ലാനാണ്. പക്ഷേ അവരെന്തായാലും നമ്മൾ ലോഡിൻ്റെ അടുത്തേക്ക് വരുമോ? പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് യോവൂന് ഡിസ്റ്റൻറ്റ് വിസ്പറിങ്ങിലൂടെ ഒരു മെസ്സേജ് ഇങ്ങനെ വരാൻ തുടങ്ങി. നിനക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ഞാൻ പറയണത് കേൾക്ക്. നീ തിരികെ അല്ലെങ്കിൽ നിൻ്റെ ഫോളോവേഴ്സിന് ചെറിയൊരു സിഗ്നൽ കൊടുക്കുകയോ ചെയ്താൽ ഞാൻ ഉറപ്പ് തരുന്നു അടുത്തത് സംഭവിക്കാൻ പോകുന്നത് നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. ഞാൻ നിനക്ക് വാർണിംഗ് തരികയാണ്. നീ നിൻ്റെ സെൻസസൊക്കെ ഉപയോഗിച്ച് എൻ്റെ ലൊക്കേഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ഒരു തെറ്റായിട്ടുള്ള മൂവ് മതി, അവൻ മരിക്കും അവിടെ. ഇത് പറയുന്നത് ആരാണെങ്കിലും അവനെന്തായാലും ഒരു സാധാരണക്കാരനല്ല. അക്കാഡമിയിലുണ്ടാകുമ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയ പോലെ അല്ല ഇവിടുന്ന് ചെയ്യണത്. എൻ്റെ ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് ഡേഞ്ചറിലാക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നിടത്തോളം അപ്പുറത്തുള്ള ദേഷ്യം എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാനോ ഈ ഡിസ്റ്റൻറ്റ് വിസ്പറിങ് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുക. ഞാനോ അത് ചെക്ക് ചെയ്യാൻ തുടങ്ങി. നീ പോയിസൺ സെക്റ്റിൻ്റെ മാനർക്ക് 1 മണിക്ക് വരണം. പോയിസൺ സെക്റ്റോ? മാനർക്ക് വരുമ്പോൾ നീ അണ്ണാമഡായിട്ടാണ് വരേണ്ടത്. നീ നിൻ്റെ ആ ബാക്കിലുള്ള സേബറും കൊണ്ടാണ് വരുന്നതെങ്കിൽ നീ ആ ഡോറ് കടന്ന് വരുന്നതിന് മുന്നേ തന്നെ അവൻ്റെ ഒരു കൈ ഞങ്ങളങ്ങ് വെട്ടി മാറ്റിയിട്ടുണ്ടാവും. നിനക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഞങ്ങൾക്ക് നീ ഒറ്റയ്ക്കാണ് വരേണ്ടത്. നിൻ്റെ ചുറ്റും 300 മീറ്റർ റേഡിയസിൽ ആരുടെയെങ്കിലും നിഴൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അവൻ മരിച്ചതായിട്ട് നീ കണക്ക് കൂട്ടിക്കോ. നീ കറക്റ്റ് ടൈമിൽ വന്നിട്ടില്ലെങ്കിലും ഇത് തന്നെയാവും സംഭവിക്കാൻ പോകുന്നത്. നീ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കണോ? എന്നെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ നടക്കുക എന്നുള്ളത് നിനക്ക് തന്നെ അറിയാം. കണ്ടുപിടിച്ചു. എനിക്കവരുടെ ഫേസ് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അവനാണെങ്കിൽ ഇതിൻ്റെ ഈ എൻട്രൻസിലാണുള്ളത്. അവനെ ഇനി സെൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. നോക്കുമ്പോൾ പെട്ടെന്ന് യോവൺ ആ ടേബിൾ മക് കൈ വെച്ചാണ്ട് അടിച്ചു. എന്നിട്ടൊന്ന് നീച്ചു വന്നു. അപ്പോൾ തന്നെ ചുറ്റും കൂടിയാലൊക്കെ ആ ഒരു സൗണ്ടിൽ നീച്ചു വന്നിരുന്നു. എന്നിട്ട് യോവൂണൊന്ന് നോക്കി. നീ ആരാണെന്നാണ് നീ വിചാരിച്ച് ഞങ്ങളുടെ ലോഡിനെ ഇങ്ങനെ നോക്കാൻ? നോക്കുമ്പോൾ പെട്ടെന്ന് യോവൂണ് അവിടെയുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്തിട്ട് ഒരുത്തൻ്റെ മുന്നിലുണ്ട് പോയി നിന്നു. അവനാണെങ്കിൽ ആകെ പേടിച്ചു. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയാതെ. യോവണാണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ കഴുത്ത് കയറി ഒരൊറ്റ പിടി. നീ ഏത് സെക്റ്റിലുള്ളതാടാ? സെക്റ്റോ? നീ എന്നോട് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ഈ നിമിഷം ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല.
നോക്കുമ്പോൾ പെട്ടെന്ന് അവൻ പേടിച്ചിട്ട് എന്തോ വായേന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ പാൻറ്റിൽ മൂത്രമൊഴിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ യോവോണ് മനസ്സിലായി ഇവനല്ലാന്ന്. അപ്പോൾ അവനെ താഴ്ക്കണ്ടിട്ടു. അത് ഇനി അവരായിരിക്കുമോ? ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ഇവിടെ കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്. അവനെ പുറത്തേക്ക് എടുത്തോ? യെസ് മൈ ലോഡ്. സോറി ഹിയോബോങ്, ആ മൂത്രമൊഴിച്ചവനെ നീ എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കണത്. യെസ് മൈ ലോഡ്. എനിക്കറിയായിരുന്നു അത് ഞാൻ തന്നെ അവൻ ചെയ്യേണ്ടതെന്ന്. പക്ഷേ പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡിമോണിക് കൾട്ടിൻ്റെ സൗത്ത് കോർണറിലുള്ള യോവോൻ്റെ വീടാണ്. നിങ്ങളെ ഒന്ന് തുറച്ച് നോക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ യങ് മാസ്റ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളോടത് പറഞ്ഞ ആളെ കാണാൻ എങ്ങനെ ഉണ്ടാവും? ഞങ്ങൾക്കറിയില്ല. അവൻ്റെ ഫേസ് സ്ട്രോ ഹാറ്റ് വെച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ കണ്ടിട്ട് ഇവർ നുണ പറയുന്നതായിട്ട് തോന്നില്ല മൈലോഡ്. ഇവരുടെ ഐഡൻറ്റിഫിക്കേഷൻ ബാഡ്ജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവർ വെറും ഓർഡിനറി മാർഷൽ ആർട്ടിസ്റ്റുമാർ മാത്രമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളാരും ഞാനിവിടെ കൊല്ലാൻ പോണില്ല. ഓക്കെ, താങ്ക് യു. പക്ഷേ നിങ്ങളെല്ലാവരും അടുത്ത 2 ദിവസത്തിന് ഇവിടെ നിൽക്കണം. എന്ത്? നോക്കുമ്പോൾ യോവണ് പെട്ടെന്ന് അവരുടെ പ്രഷർ പോയിൻ്റൊക്കെ അടിച്ച് മയക്കി വീഴ്ത്തി. ഇവരെ കെട്ടിയിട്ട് ആ സ്റ്റോറേജ് റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടോ? യെസ് മൈ ലോഡ്. എനിക്ക് തോന്നുന്നത് ആ പോയവരൊക്കെ തിരിച്ചു വരേണ്ടി വരും എനിക്കെന്തെങ്കിലും ക്ലൂ കിട്ടണമെങ്കിൽ. യോവൺ അയച്ച ആ 3 പേരും വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേനും തിരിച്ചെത്തേണ്ടതായിരുന്നു. മ്യൂസിഷ്യൻ സെക്റ്റിനെ സ്പൈ ചെയ്യാൻ പോയ വാങ്ഹോലാണ് ഫസ്റ്റ് തിരിച്ചെത്തിയത്. മ്യൂസിഷ്യൻ സെക്റ്റിന് വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആക്ടിവിറ്റി ഒന്നും ഔട്ട് ഓഫ് ഓർഡിനറി ആയിരുന്നില്ല. ഒരു ലാർജ് സ്ട്രോ ഹാറ്റ് വെച്ച് ആരെങ്കിലും നീ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല മൈലോഡ്. അങ്ങനെയാണെങ്കിൽ അത് എന്തായാലും ഷാഡോ സെക്റ്റോ അല്ലെങ്കിൽ സോഡ് സെക്റ്റോ ആയിരിക്കും. നമ്മൾ ബേഗിയും ചക്സാമയും തിരിച്ചെത്തുന്നവരെ കാത്തിരിക്കേണ്ടി വരും നമുക്കെന്തെങ്കിലും കൺക്ലൂഷനിലെത്താൻ. ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അവരിപ്പോൾ തന്നെ 1 മണിക്കൂർ ലേറ്റാണല്ലോ. അവർ കുറേ സമയം എടുക്കുന്നുണ്ട്. എനിക്കെന്തോ ഇതിനൊരു ബാഡ് ഫീലായിട്ട് തോന്നുന്നുണ്ട് മൈലോഡ്. ചിലപ്പോൾ ഇനി അവർക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? പിന്നെ നമ്മളെ കാണിക്കുന്നത് ഷാഡോ സെക്റ്റിത്തെ ലേഡി മോനെയാണ്. അവിടേക്ക് പെട്ടെന്ന് അവരുടെ ഗാർഡ്സൊക്കെ വന്നു. നോക്കുമ്പോൾ അവരുടെ തോളിലാണെങ്കിൽ ബേക്കിയും ചക്സമ ഉണ്ടായിരുന്നു. അവരെ കൊണ്ടുവന്ന് നേരെ അവിടെ നിരത്തിട്ടു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവർ ആ സോഡ് സെക്റ്റിൻ്റെ മാനറിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞങ്ങൾ കണ്ടെത്തി. ഇതിൽ ഇവൻ കുറച്ച് സ്ട്രോങ് ആയിരുന്നു. ഇവനാണെങ്കിൽ 20 വയസ്സ് മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ ട്രാൻസെൻഡൻറ്റ് മാസ്റ്റർ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അവൻ. ഇത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഔട്ടർ ഡിസിപ്പിൾ വാരിയേഴ്സിൻ്റെ സഹായം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ ഫുൾഫിൽ ചെയ്തല്ലോ, അതുകൊണ്ടത് കുഴപ്പമില്ല. ഏത് സെക്റ്റാണ് അവൻ്റെ ആ പ്രഷ്യസ് ആയിട്ടുള്ള ഗാർഡിനെ കിഡ്നാപ്പ് ചെയ്തെന്ന് അറിയാതെ ആകെ കൺഫ്യൂഷനായി നിൽക്കണ അവൻ്റെ ഫേസ് എനിക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ 20 വർഷമായി ഇവരെ സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും ഇവരെന്നെ പേടിപ്പെടുത്തുന്നുണ്ട്. അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി അവൻ ഇവർക്ക് വേണ്ടിയിട്ടൊരു ട്രാപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇവരെ പാട്രിയാർക്കിൻ്റെ വൈഫായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവരാവും ഷാഡോ സെക്റ്റിൻ്റെ അടുത്ത ചീഫ്. എന്തായാലും ഈ 2 പേര് ഏത് സെക്റ്റിലുള്ള ആൾക്കാരാണ്? ഇവൻ പ്യുവർ കിക്ക് സെക്റ്റത്തെ ആളാണ്, ബേക്കി. പ്യുവർ കിക്ക് സെക്റ്റോ? അതൊരു ഹൈ റാങ്കിങ് സെക്റ്റല്ലേ? ഈ ലിറ്റിൽ ബ്രാറ്റ് എന്നിട്ടും അവന് ഫോളോവറായിട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അവൻ എന്തായാലും ആ അക്കാഡമിയിൽ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവനോ? ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഇവനെന്താ ചെയ്യേണ്ടതെന്ന്. അതെന്തിനാ? ഇവൻ പറഞ്ഞത് ഇവൻ വാരിയർ ഡാൻസ് സെക്റ്റത്തെ ആളാണെന്നാ. നോക്കുമ്പോൾ ഇവൻ 9th എൽഡറിൻ്റെ മകനാണ്. വാരിയർ ഡാൻസ് സെക്റ്റോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്ന ഇവൻ കൊയ്സമയുടെ മകനാണെന്നാണോ? അപ്പോൾ അവന് വാരിയർ ഡാൻസ് സെക്റ്റിൻ്റെ സപ്പോർട്ടും ഉണ്ടോ? ആ ബ്രാറ്റിൻ്റെ ചുറ്റും ഇപ്പം തന്നെ പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. അവൻ ശരിക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുത്തനാണ്. നമ്മുടെ പാട്രിയാർക്ക് ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ നശിച്ചവനെ കൊല്ലാം. ഇതാണ് പെർഫെക്റ്റ് ടൈം. നമുക്ക് ഇപ്പോൾ അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ പെട്ടെന്ന് തന്നെ നിൻ്റെ ജീവിതം അവസാനിപ്പിച്ച് തരാടാ. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡിമോണിക് കൾട്ടിൻ്റെ വെസ്റ്റ് കോർണറിലുള്ള പോയിസൺ സെക്റ്റിൻ്റെ മാനറാണ്. രാത്രി 1 മണി. യോവോണ് ഒറ്റയ്ക്ക് അവിടേക്ക് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക. പക്ഷേ അവനാ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ
അവിടുത്തെ ഓരോ ബിൽഡിങ്ങിൻ്റെ മേലെയും വാരിയേഴ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവൻ ആ കവാടം തുറന്ന് വന്നതും അതിൻ്റെ ബേക്കിൽ കുറേ വാരിയേഴ്സ് ടോപ്പിലിങ്ങനെ നിൽക്കുന്നുണ്ട്. മുന്നിലാണെങ്കിൽ ലേഡി മൂവും അവരുടെ ഗാർഡ്സും റെഡിയായി നിൽക്കുക. ആ, നീ വന്നോ? ഇതായിരുന്നു അവർ ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സെൻസസ് വെച്ച് ഞാനിപ്പോൾ ഇവിടെ ക്വിക്ക് സ്കാൻ നടത്തിയപ്പോൾ തന്നെ എനിക്കിവിടെ 200-ലധികം ആൾക്കാരുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ തീർപ്പാക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രത്തോളം തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരിക്കുന്നത്. അവൻ്റെ എനർജി അത് ഭയങ്കര ഓവർവെൽമിംഗ് ആണ്. നോക്കുമ്പോൾ യോവുവിൻ്റെ ചുറ്റും ഭയങ്കരമായിട്ടൊരു എനർജി ഇങ്ങനെ ഉണ്ട്. ഫൈനലി നമ്മൾ കണ്ടുമുട്ടി. ഇങ്ങോട്ട് വാ നീ. ആ, അവസാനം നമ്മൾ ഫേസ് ടു ഫേസ് കണ്ടു. അമ്മ മരിച്ചു പോണതിന് മുമ്പ് മറ്റുള്ള ലേഡീസിനെയും കൂട്ടി അവർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അക്കാഡമിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ എൻ്റെ ഇൻറ്റേർണൽ എനർജി ഒന്നും ഞാൻ വളർത്തില്ല എന്ന് അവരെന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. അത് അവരായിരുന്നു, ഷാഡോ സെക്ടത്തെ ലേഡി. ടൈം ശരിക്കും പെട്ടെന്ന് പോകുന്നുണ്ടല്ലേ. നീ ഒരുപാട് വളർന്നു. നിന്നെ കാണാൻ നിൻ്റെ അമ്മയെപ്പോലെ തന്നെ ഉണ്ട്. നീയും ആ നശിച്ചവളും എനിക്ക് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാക്കുമായിരുന്നു. നിൻ്റെ ഇമോഷൻസിൽ നീ ഭയങ്കരമായിട്ട് മുങ്ങിപ്പോയതുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ ട്രാപ്പിൽ വന്ന് വീണത്. നീ എന്തായാലും അത്രത്തോളം ഗ്രേറ്റ് അല്ലാന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഗോഡ് ജാങ് എവിടെ? എൻ്റെ ഫോളോവേഴ്സ് എവിടെ? ഓ, നീ മണ്ടത്തരം കാണിക്കലടാ. എൻ്റെ ഹോസ്റ്റേജുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോയത്. എന്നിട്ടും അവരെ ഞാൻ നിനക്ക് ഈസി ആയിട്ട് വിട്ടുവരുമെന്ന് നീ വിചാരിച്ചോ? യോവോണൊന്ന് ഭയങ്കര ദേഷ്യത്തിൽ അവരെ അങ്ങോട്ട് നോക്കി. എന്തൊരു അഹങ്കാരമാണ്. എന്നെ നീ അങ്ങനെ നോക്കാൻ നിൽക്കരുത്. നമുക്ക് കാര്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുന്നേ നിൻ്റെ ഇൻറ്റേർണൽ എനർജി സീൽ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവും? നിനക്ക് നിൻ്റെ ഗാർഡിൻ്റെ സേഫ്റ്റി മുഖ്യമാണെങ്കിൽ നീ ഇത് തടയരുത് എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യണത്. ഓ, അപ്പോൾ നീയാണല്ലേ അവിടെ വെച്ച് എന്നെ ഡിസ്റ്റൻറ്റ് വിസ്പറിങ്ങിലൂടെ ഭീഷണിപ്പെടുത്തിയത്. ആദ്യം നിൻ്റെ ആ വായ ഞാൻ അടപ്പിക്കാടാ. അവൻ യോവോൻ്റെ അടുത്തേക്ക് ചാടി വീണു. യോവോണൊന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒടിച്ചു. അവൻ വേദന കൊണ്ട് അലറാൻ തുടങ്ങി. അപ്പോൾ നീ നിൻ്റെ ആ പാവം ഗാഡ് ജാങ് മരിക്കണത് വിഷയമാക്കണില്ലല്ലേ? നോക്കുമ്പോൾ പെട്ടെന്ന് യോബൂണൊരു ബോക്സ് എടുത്തു. എന്നിട്ട് അത് നേരെ അവരുടെ അടുത്തേക്ക് കൊണ്ട് വലിച്ചെറിഞ്ഞു കൊടുത്തു. എന്താണിത്? നീ തന്നെ തുറന്ന് കണ്ടു നോക്ക്. എനിക്കെന്താ ഇതൊരു ബാഡ് ഫീലായിട്ട് തോന്നുന്നത്? ആ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അവരൊന്ന് ഞെട്ടി. നോക്കുമ്പോൾ അതിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരു കണ്ണാണ്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? തെറ്റ്, യോഗോണൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ചോദിക്കേണ്ടിയിരുന്നത് ഇതാരുടെ കണ്ണാണെന്നാണ്. വെയിറ്റ്, ഇത് മുയോൻ്റെ കണ്ണാണോ? ഏയ് അല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നീ നിൻ്റെ ചീപ്പ് ട്രിക്കാണ് ഇവിടെ ഉപയോഗിക്കാൻ നോക്കിയത്. പക്ഷേ നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നീ അക്കാഡമിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഡെപ്യൂട്ടി നിന്നെ ഒരിക്കലും വെറുതെ വിടില്ലായിരുന്നു. നീ എന്താ വിചാരിച്ച് നിനക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് എന്നെ ഫൂളാക്കാമെന്നോ? പക്ഷേ അവരത് പറഞ്ഞപ്പോഴും യൗവണ് ജസ്റ്റ് ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ നമ്മളെ കാണിക്കുന്നത് 4 മണിക്കൂർ മുമ്പ് അക്കാഡമിത്തെ ഡിറ്റൻഷൻ സെൻ്ററാണ്. അവിടെ മൊയോൺ ചിയോണാണെങ്കിൽ ആരോ വരുന്ന കണ്ടിട്ട് പേടിച്ച് നിൽക്കുക. നീ എന്താടാ ഇവിടെ ചെയ്യുന്നത്? നോക്കുമ്പോൾ അത് യോവോണായിരുന്നു. നീ നിൻ്റെ മുട്ടിൽ നിൽക്കടാ. യോവോണ് പെട്ടെന്ന് തന്നെ അവൻ്റെ ടെലികൈനസിസ് പവർ യൂസ് ചെയ്തിട്ട് മൊയോൺ ചിയോണിനെ മുട്ടിൽ നിർത്തി. എൻ്റെ ഇൻറ്റേർണൽ എനർജി സീൽ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് അവൻ്റെ പവറിനെ എതിർക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അവനെന്താ ഇവിടെ ചെയ്യുന്നത്? ഗോഡ് ജാങ് മിസ്സിങ് ആണ്. അവൻ എന്തിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? അദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്തവർ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിനെ സേവ് ചെയ്യണമെങ്കിൽ ഞാൻ അൺആംഡായിട്ട് അവരുടെ ട്രാപ്പിൽ ചെന്ന് കയറി കൊടുക്കണമെന്നാ. ഒരു സംശയവുമില്ല, ഇതൊക്കെ പ്ലാൻ ചെയ്തത് അമ്മയാണ്. ഓക്കെ, പക്ഷേ ഞാനെന്ത് തേങ്ങയാണ് അതിൽ ചെയ്യേണ്ടത്? യോവൂണ് പെട്ടെന്ന് തന്നെ അവൻ്റെ ടെലികൈനസിസ് പവർ യൂസ് ചെയ്തിട്ട് മൊയോൺ ചിയോണിനോട് പൊക്കി. നീ എന്ത് ചെയ്യുകയാണെന്നടാ നീ വിചാരിച്ചുകൊണ്ടിരിക്കണ? ആദ്യം ഞാൻ വിചാരിച്ചത് ഗോഡ് ജാങ്ങിനെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ തീർക്കണം എന്നായിരുന്നു. പക്ഷേ ശരിക്കുള്ള കൾപ്രിറ്റ്സ് ആരാന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സൊന്ന് മാറ്റി. അതുകൊണ്ട്
നീ പറ, നീ എത്രത്തോളം പ്രഷ്യസാണ് ഷാഡോ സെക്റ്റിന്. അതിലുപരി നിൻ്റെ അമ്മക്ക്. കൂളാവ് യോവൂൺ. നീ ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നത്തിൽ വന്നാൽ ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, അത് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വഷളാക്കിയേ ചെയ്യുള്ളൂ. ആ ഗാഡ്ജാൻ. അത് പറഞ്ഞപ്പോഴത്തേനും യോവൂണ് മുയോൺജിയോൻ്റെ 2 കൈയും അങ്ങോട്ട് വെട്ടിയിട്ട് മാറ്റി. അവന് പോലും മനസ്സിലായില്ല എന്തുണ്ടായതെന്ന്. അത്ര സ്പീഡിലായിരുന്നു അത്. പിന്നെയാണ് അവൻ അലറി കരയാൻ തുടങ്ങിയത്. നിനക്ക് ശരിക്കും ഭ്രാന്താടാ. അതെ, ഞാൻ പറഞ്ഞത് ശരിയാ. ഇത് മാത്രം പോരാ. അവളുടെ പ്രിയപ്പെട്ട മകൻ്റെ ജീവൻ ഞാൻ എടുക്കുന്ന അവളെ ഭയപ്പെടുത്താൻ ഈ 2 മുറിഞ്ഞ കൈകൾ മാത്രം കാണിച്ചാൽ പോരാ അവളെ. നീ എന്താടാ ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണേ? എന്നിട്ട് നോക്കുമ്പോൾ യോണ് അവൻ്റെ കൈ നേരെ മുയോൻ്റെ കണ്ണിൻ്റെ അടുത്ത് കണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ, ഇപ്പോഴാ ഓർത്ത്. ഞാൻ ഒരു കാര്യം കൂടി മറന്നു. ഇത് ഞാൻ മുയോണിന് കൊടുത്തതല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കണ്ണ് ശരിക്കും അവൻ്റേതാണെന്നാണോ? ഈ ബ്രാറ്റ്, അവനെന്തായാലും ഈ കൾട്ടിൻ്റെ റൂൾസ് തെറ്റിക്കണ അത്രത്തോളം എന്തായാലും പോയില്ല. നിനക്കെന്താണ് വേണ്ടത്? എൻ്റെ ഫോളോവേഴ്സിനെയും ഗാർഡ്ജാങ്ങിനെയും ഫ്രീ ആക്ക്. മുയോണിനെ തിരികെ കിട്ടണമെങ്കിൽ ഈ ഹോസ്റ്റേജ് എക്സ്ചേഞ്ചിന് ഞാൻ കോപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് അഭിനയിക്കണം. ഞാൻ ആ 3 പേരെയും ഫ്രീ ആക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിനക്കറിയാം ഞാൻ തിരികെ എന്താണ് പ്രതീക്ഷിക്കണമെന്ന്. ഓഫ് കോഴ്സ്, അതെനിക്കറിയാലോ. ആ 3 പേരെയും ഫ്രീ ആക്കി ഇവിടെ കൊണ്ടുപോവാ. യെസ് മാഡം. എങ്കിൽ ഇനി നീയും ഈ ഡീലിൽ സീരിയസ് ആണെന്ന് എന്നെ കാണിക്ക്. എവിടെയാണ് എൻ്റെ മകൻ? നീ ഇവിടെ ഒറ്റക്കാണല്ലോ വന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരാളെ അങ്ങോട്ട് അയക്കാം. അക്കാഡമിയിലെ ഡിറ്റൻഷൻ സെൻറ്ററിൽ എൻ്റെ ഫോളോവേഴ്സ് മുയോണിനെയും ജിന്നിയോൺമോനെയും ഹോസ്റ്റേജാക്കി വെച്ചിക്കാണ്. അവൻ ഇത്ര പെട്ടെന്ന് അതിൽ വീണോ? ഞാൻ വിചാരിച്ചത് ഇവൻ ഭയങ്കര കണ്ണിങ്ങാണെന്നാ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഇവൻ ശരിക്കും മണ്ടനാണ്. നിൻ്റെ ഫോളോവേഴ്സിനൊക്കെ തീർത്തിട്ട് ഞാൻ വീണ്ടും നിൻ്റെ അടുത്ത് തന്നെ വരാടാ. ഈ ബാഡ്ജ് എൻ്റെ ഫോളോവേഴ്സിനെ കാണിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരും. നമ്മുടെ എല്ലാ ഹോസ്റ്റേജുകളെയും സ്വാപ്പ് ചെയ്യണവരെ അവരെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ട്രിക്കും നീ ഇവിടെ ഇറക്കാൻ നിൽക്കരുത്. നിങ്ങൾ കേട്ടില്ലേ അവൻ പറഞ്ഞത്? ഞാനിതൊക്കെ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. അവൻ്റെ എല്ലാ ഫോളോവേഴ്സിനെയും തീർത്തതിന് ശേഷം എൻ്റെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. പെട്ടെന്ന് തന്നെ ലേഡി മൂൻ്റെ ആൾക്കാരൊക്കെ അവിടുന്ന് പോയി. അങ്കിൾ സിയോണ് ഒരു അൾട്ടിമേറ്റ് ട്രാൻസെൻഡൻറ്റ് മാസ്റ്ററാണ്. ഈ ബ്രാറ്റിൻ്റെ ഫോളോവേഴ്സൊക്കെ എത്ര സ്ട്രോങ് ആണെങ്കിൽ പോലും അവർക്കാർക്കും ഒരു എൽഡറിന് ഈക്വലായിട്ടുള്ള സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും കൊല്ലേണ്ട ഒരു പ്രശ്നമേ അല്ല. എൻ്റെ കുട്ടികളൊന്ന് തിരിച്ചിങ്ങോട്ട് എത്തട്ടെ. നിൻ്റെ മരണം ഒരു വേദനയുള്ള മരണമാകുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നു. നോക്കുമ്പോൾ അക്കാഡമിയുടെ വാൾസൊക്കെ അവർ ചാടി കടക്കാൻ തുടങ്ങി. അക്കാഡമിയുടെ സെക്യൂരിറ്റി ഒക്കെ ഇത്രത്തോളം ലൂസാണെന്നുള്ളത് ആർക്കറിയാം? അത് നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രാറ്റ് ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഇട്ട് കൊല്ലായിരുന്നു അവനെ. അവരെല്ലാവരും അക്കാഡമിയുടെ ഉള്ളിലൂടെ ഓടാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും ആ മൗണ്ടൻസിൻ്റെ മിഡിലിൽ പോയി ഒളിച്ചോ. ഞാൻ മൊയോണിനെയും ജിനിയോണിനെയും തിരിച്ചു കൊണ്ടുവന്ന അപ്പം തന്നെ യോഗോൻ്റെ ഫോളോവേഴ്സിനെ കയറി അറ്റാക്ക് ചെയ്തോളണ്ടു. യെസ് സാർ. അങ്ങനെ അവർ ഡിറ്റൻഷൻ സെൻറ്ററിൻ്റെ അടുത്തേക്ക് എത്തി. കണ്ടുപിടിച്ചു. അദ്ദേഹമാണെങ്കിൽ ആ കാഴ്ച കണ്ടിട്ട് പെട്ടെന്നൊന്ന് ഞെട്ടി. നോക്കുമ്പോൾ പ്രൊഫസർമാരൊക്കെ അവിടെ സോഡ് പിടിച്ച് നിൽക്കുന്നു. ആരാത്? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ അക്കാഡമിക്ക് നീ ഇങ്ങനെ നുഴഞ്ഞു കയറും? നിൻ്റെ വെപ്പൺസൊക്കെ ഡ്രോപ്പ് ചെയ്ത് സറണ്ടർ ചെയ്യേ. ആ യൂണിഫോം, അവരെന്തായാലും പ്രൊഫസർമാരാണ്. കോപ്പ്. അപ്പം അതിൻ്റെ അർത്ഥം ആ ബ്രാറ്റ് ഞങ്ങളോട് നുണ പറയുമായിരുന്നോ? നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തിരികെ പോകണം. അവൻ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇങ്ങനെ ട്രിക്ക് ചെയ്യും? പെട്ടെന്ന് തന്നെ നമ്മൾ മാനറിലോട്ട് പോയിട്ട് ആ ഹോസ്റ്റേജുകളൊക്കെ വീണ്ടും ലോക്ക് ചെയ്യണം. പക്ഷേ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ ഒപ്പം വന്ന വാരിയേഴ്സൊക്കെ അവിടെ മരിച്ചു കിടക്കുകയാണ്. ദൂരം അയാളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് അതാരാന്ന്. ആ താടിയും മുടിയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ? നീയോ? പിന്നെ ഒന്നും നോക്കിയില്ല. സർ ലീ നേരെ അവൻ്റെ തലേനങ്ങോട്ട് വെട്ടി മാറ്റി. എന്താ അവർ ഇത്രത്തോളം ടൈം എടുക്കണ്? നിനക്കെന്താ ആൻസി വരുന്നുണ്ടോ? നീ എന്താ ഉദ്ദേശിച്ച്? നീ എന്താ വിചാരിച്ച് എൻ്റെ എല്ലാ ഫോളോവേഴ്സിനെയും കൊന്നിട്ട് നിൻ്റെ ചിൽഡ്രൻസിനെ രക്ഷിക്കാമെന്നോ? പക്ഷേ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു, എന്നിട്ടും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും കേൾക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ പിന്നെ എന്തായാലും നെർവസ് ആവുമല്ലോ. അവൻ എന്നെ പറ്റിക്കുകയായിരുന്നോ? ഷാഡോ സെക്ടക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വാ, അതാ അവിടെ ഒരു എനിമി വരുന്നുണ്ട്. നോക്കുമ്പോൾ പെട്ടെന്നാണ് ഷാഡോ സെക്റ്റിൻ്റെ ഉള്ളിലേക്ക് ഏതോ ഒരുത്തൻ ചാടിയാണ് കയറി. അത്രയും വാരിയേഴ്സിൻ്റെ ഇടയിൽ കണ്ട് ചാടി ഇറങ്ങി. നോക്കുമ്പോൾ അത് സർ ലീ ആയിരുന്നു. അദ്ദേഹമാണെങ്കിൽ ആകെ ചോരയിലിങ്ങനെ കുളിച്ച് നിൽക്കുക. ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡ് വാം യോങ് ലിയോ. സർ ലീ, നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? വെയിറ്റ്. അപ്പോഴാണ് നമ്മളെ കാണിക്കണത് സർ ലീയുടെ കയ്യിലതാ മറ്റേ ആളുടെ തല. അങ്കിൾ സിയോൺ. ഗുഡ് ജോബ് സർ ലീ. ഓഫ് കോഴ്സ്. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സർ ലീയും അവൻ്റെ ഫോളോവേഴ്സിൽപ്പെട്ട ഒരാളാണെന്ന് മാത്രം എന്നോട് പറയരുത്. സർ ലീ, റോയൽ ബോഡി ഗാർഡ് ഹൗസ് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ആരാണ് മൈനർ പ്രീസ്റ്റെന്ന്. എന്നിട്ടും നിങ്ങൾ എന്തിനാ ഇപ്പം തന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യുമെന്ന്? ഇത് നിങ്ങൾക്ക് ചോയ്സ് എടുക്കാനുള്ള കാര്യമല്ല, ഇത് നമ്മുടെ കൾട്ടിൻ്റെ റൂൾസിന് എതിരാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് മൈനർ പ്രീസ്റ്റ്ഹുഡിൻ്റെ ടൂർണമെൻറ്റ് ഓൾറെഡി കഴിഞ്ഞതാ. അപ്പോൾ നിങ്ങൾ പറയുന്നത്? ഓ, അപ്പോൾ നീ ഇപ്പോഴും ഹോപ്പ് ചെയ്ത് നിൽക്കുമായിരുന്നോ? നീ വിചാരിച്ചത് എന്നെ തീർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ മൈനർ പ്രീസ്റ്റ്ഹുഡ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നല്ലേ? എനിക്ക് മനസ്സിലായി. നീ ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് സർ ലീ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഞാൻ നിന്നെ വാൺ ചെയ്യാണ്, എന്നെ വെറുതെ അപ്സെറ്റ് ആക്കാൻ നിൽക്കരുത്. ഇത് നല്ലതല്ല. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്റ്റേജുകളെ എടുത്ത് ഷാഡോ സെക്റ്റിക്ക് തിരിച്ചു പോകണം. എനിക്ക് അവനെയും അവൻ്റെ ആൾക്കാരെയും തീർക്കണമെങ്കിൽ പുറത്തു പോയ ആ എൽഡേഴ്സൊക്കെ തിരിച്ചു വന്ന് അവരുടെ പവറും കൂടി എനിക്ക് കിട്ടണം. ഒരു തെറ്റായിട്ടുള്ള മൂവ് മതി ഗാഡ്ജാങ്. ലെഡിമോ, ഇത് നല്ലതല്ല. ഈ മാനറിൻ്റെ പുറത്ത് അൺനോൺ എനിമീസ് നമ്മളെ സറൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടിട്ട് ഞങ്ങൾ ലേറ്റ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇനി അതാരാ? ഞാൻ ഫാൻറ്റം സെക്റ്റിൻ്റെ ചീഫ് ഒയ്ഹുവാൻ. നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് യങ് ലോഡ്. നിങ്ങളുടെ സർവീസിന് താങ്ക് യു. അവരൊക്കെ ഓക്കെ അല്ലേ? വെയിറ്റ്, അവരെന്തിനെക്കുറിച്ചാണ് ഈ സംസാരിക്കണത്? അപ്പോൾ ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾ 11th എൽഡർ ആണോ? നിങ്ങളുടെ ഫോളോവേഴ്സിനൊക്കെ മൈനറായിട്ടുള്ള ഇൻറ്റേർണൽ വൗണ്ട്സ് ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ഗാർഡാണെങ്കിൽ സീരിയസ് കണ്ടീഷനിലാണ്. ഇപ്പോഴത്തിന് ഞാനൊരു ഫിസിഷ്യനെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹം എപ്പോഴാണ് ഈ ലോകത്തുനിന്ന് വിട്ടുപോകുകയെന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞ് തീർന്നപ്പോഴേക്കും ഉയ്ഹുവാനൊന്ന് പേടിച്ചു. നോക്കുമ്പോൾ ദൂരെ യോവോണിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ട് ദേഷ്യത്തിലുള്ളൊരു എനർജി ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. അത് കണ്ടിട്ടാണെങ്കിൽ ലേഡി മൂന്ന് വരെ ആകെ പേടിയായി. യോവോണാണെങ്കിൽ അങ്ങേ അറ്റം ദേഷ്യത്തിൽ നിൽക്കുക. കാരണം ഗാഡ്ജാങ് എന്ന് പറഞ്ഞാൽ യോവോണ് ഫാദറിനെ പോലെ കണ്ട ഒരാളാണ്. ഇതെന്താണ് ഈ ഹോസ്റ്റൈൽ എനർജി? എനിക്ക് എൻ്റെ ഹേർട്ടൊക്കെ ക്രഷായി പോണ പോലത്തെ ഒരു ഫീലിങ്ങാണ്. അവൻ ഫ്ലൈയിങ് ഫാൻറ്റം സെക്റ്റിനെയും അവൻ്റെ ഫോളോയിങ്ങൊക്കെ റിക്രൂട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറത്താണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബ്രൈറ്റിൻ്റെ അടുത്ത് തോറ്റുപോയോ? ഇല്ല, ഷാഡോ സെക്റ്റിനെ ടോപ്പിലെത്തിക്കാൻ വേണ്ടി ഞാൻ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. യങ് മാസ്റ്റർ. പെട്ടെന്ന് ആ കാഴ്ച കണ്ടിട്ട് ലേഡിമോ ഒന്ന് ഞെട്ടി. എല്ലാവരും ബേക്കൊക്കെ മാറി നിൽക്ക്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇപ്പം തന്നെ ഇവിടെ മരിക്കും. നോക്കുമ്പോൾ മൊയോണിൻ്റെയും ജിനിയോണിൻ്റെയും കഴുത്തൊരു സോഡും വെച്ച് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് മൊയോണിനെ ശരിക്കൊന്ന് കാണിക്കുന്നത്. ആ കണ്ണ് മൊയോണിൻ്റെ തന്നെ ആയിരുന്നു. ലേഡിമോ ആണെങ്കിൽ ദേഷ്യത്തിൽ വിളിച്ച് അലറാൻ തുടങ്ങി മൊയോണിനെ. മദർ, എന്നോട് ക്ഷമിക്കണം. ആൻറ്റി. ഇല്ല. അവരാണെങ്കിൽ ദേഷ്യത്തിൽ പല്ലിങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുക. നോക്കുമ്പോൾ ലേഡിമോ പെട്ടെന്ന് യോവോൻ്റെ മുന്നിൽ മുട്ടുകുത്തിയാണ്ടിരുന്നു. മുയോണാണെങ്കിൽ മദർന്ന് വിളിച്ച് അലറാൻ തുടങ്ങി. ലേഡിമോ പിന്നെ തല കുനിച്ച് വണങ്ങി. ഞാൻ എൻ്റെ ഡിഫീറ്റ് അംഗീകരിക്കുന്നു. യങ് ലോർഡ് യോവോൺ ചിയോൺ, നിങ്ങളെ മൈനർ പ്രീസ്റ്റായിട്ട് ഞാനും അംഗീകരിക്കുന്നു. ഞാൻ നിങ്ങളോട് ബെഗ് ചെയ്യണു, എൻ്റെ കുട്ടികളോടും ഈ ഷാഡോ സെക്ട് വാരിയേഴ്സിനോടും നിങ്ങൾ മേഴ്സി കാണിക്കണം. മദർ, എന്തിനാ? നിർത്ത്. നമ്മളിപ്പോൾ ജീവനോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ നാണക്കേടൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ തീർക്കാം. ആദ്യം നിൻ്റെ അങ്കിളൊന്ന് തിരിച്ചു വരട്ടെ, ബാക്കിയുള്ളതൊക്കെ അവനെ അപ്പം കൊടുക്കുക. നിൻ്റെ ഈ പ്രഷ്യസ് ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നശിച്ചവൻ്റെ മുമ്പിൽ 1000 തവണ വേണമെങ്കിലും ഞാൻ തല കുനിക്കും. അതുകൊണ്ട് പ്ലീസ്, നീ എന്നെക്കുറിച്ച് ശരിക്കും കെയർ ചെയ്യണ്ടെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കുക. ഞങ്ങൾ ഷാഡോ സെക്ട് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഞങ്ങളിനി ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കില്ല.
യങ് ലോർഡ് യോവൺ ജിയോൺ, പ്ലീസ് ഞങ്ങളോടൊന്ന് ദയ കാണിക്കൂ. യോവണാണെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി വരാൻ തുടങ്ങി. അവരെ വിട്ടേക്ക്. എന്ത്? വാങ്ഹ്യോലൊക്കെ ആകെ അന്തം വിട്ടു. യോവണ് വെറുതെ വിടാൻ പറഞ്ഞേക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞോ? ശരിക്കും ഇത്രത്തോളം വരുന്നത് ഒരു സംഭവമായിരുന്നു. പക്ഷേ ലേഡിമു ലേഡി ഓഫ് സ്റ്റീൽ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഇങ്ങനെ പബ്ലിക്കായിട്ട് നാണം കെട്ടത് അവൾ വെറുതെ വിടുമോ? മൈ ലോഡ്, അവനെ വിട്ടേക്ക്. എന്നിട്ട് നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഓ ഓക്കെ. ലേഡി മൂനെ നോക്കുമ്പോൾ ഇപ്പോൾ സന്തോഷമായി. പക്ഷേ നോക്കുമ്പോൾ പെട്ടെന്ന് യോവണ് അവൻ്റെ കൈ ഇങ്ങനെ നീട്ടി. നീ എന്താ വിചാരിച്ച്? നീ മുട്ടുകുത്തി എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ എൻ്റെ അടുത്തുള്ള ദയ നിനക്ക് കിട്ടുമെന്നോ? അത് കേട്ടപ്പോൾ ലേഡിമ ഒന്ന് പേടിച്ചു. ഇല്ല. യോവണാണെങ്കിൽ അവൻ്റെ സേബർ എനർജി യൂസ് ചെയ്തിട്ട് അവർ രണ്ടുപേരെ കണ്ട് വെട്ടാൻ തുടങ്ങി. പിന്നെ നോക്കുമ്പോൾ ഓരോ കൈയും കാലും ഒക്കെ അങ്ങനെ ആകാശത്തു കൂടെ പറക്കണതാണ് നമുക്ക് കാണിക്കുന്നത്. നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ജിനിയോൻ്റെ ഒരു തല ഇങ്ങനെ പാറുന്നുണ്ട്. മുയോണിനും തന്നെ നല്ല രീതിക്ക് അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. യോവണാണെങ്കിൽ ആകെ ചോരയിലിങ്ങനെ കുളിച്ച് നിൽക്കുക. യോവൻ്റെ ആ ഒരു നൃത്തം കണ്ടിട്ടാണെങ്കിൽ മുയോണ ആകെ പേടിച്ചു പോയി. യോവൺ അപ്പോഴും കൂളായിട്ട് നിൽക്കുക. അവനവൻ്റെ ആ സേബർ എനർജി യൂസ് ചെയ്തിട്ട് മുയോൻ്റെ നിരക്ക് വീശാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുക. ലേഡിയമ്മ ആണെങ്കിൽ ബേക്കിൽ നിന്ന് ഓടി വരുന്നുണ്ട്. വേണ്ട എന്നും പറഞ്ഞ് അലറാൻ തുടങ്ങി. പക്ഷേ അപ്പോഴത്തേനും യോവൺ അവൻ്റെ തല തന്നെ കൊണ്ട് വെട്ടിക്കളഞ്ഞിരുന്നു. പിന്നെ നോക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് മുയോൻ്റെ തല ഇങ്ങനെ വേറെ പോണതാണ്. അത് നേരെ വന്നിട്ട് ലേഡിമോൻ്റെ ഫ്രണ്ടിലുണ്ട് വീണു. ഇത് കണ്ടിട്ടാണെങ്കിൽ ഷാഡോ സെക്റ്റിത്തെ വാരിയേഴ്സും യോവോൻ്റെ ഫോളോവേഴ്സും എല്ലാവരും ആകെ പേടിച്ചിട്ടും ഞെട്ടിയിട്ടൊക്കെ നിൽക്കുക. ലേഡിമോ ആണെങ്കിൽ അപ്പോഴും ആകെ അങ്ങനെ തരിച്ച് നിൽക്കുക. മുയോൺ. അവളാണെങ്കിൽ മുയോൻ്റെ തല മടിയിൽ വെച്ച് കരയാൻ തുടങ്ങി. നിനക്കത് വേദനിച്ചോ? യോവൺ വന്ന് ചോദിച്ചു. ഇത് ഞാൻ അനുഭവിച്ച അതേ വേദനയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നിൻ്റെ കൂടെ ആണെന്നേ ഉള്ളൂ. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ യങ് മാസ്റ്റർ ആയിരുന്നടാ. ഈ ലൈന് നിങ്ങൾ ആരെങ്കിലും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫിന് എനിക്കൊരു ഗ്യാരൻറ്റിയും തരാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പണയം വെക്കണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വാ. നിനക്കൊരിക്കലും മാപ്പില്ലടാ യോവൂൺ. ഒരു വാരിയർ നേരെ യോവൂണിൻ്റെ അടുത്ത് കണ്ട് പാഞ്ഞു വരാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ ഒയഹുവാൻ വന്നിട്ട് അയാളുടെ അറ്റാക്ക് ചെയ്തു. അയാളുടെ ബോഡി ആണെങ്കിൽ 2 പീസായിട്ടാണ്ട് തെറിച്ച് പോകാൻ തുടങ്ങി. മുയോൺ, മൈ ചൈൽഡ്, എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവസാനിച്ചത്? എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്? നീ എന്തിനാണ് ഇത് എന്നോട് ചെയ്തത്? ഇവിടെ ഞാനായിരുന്നു നിനക്ക് ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ച്. ഇതിലൊന്നും ചെയ്യാത്ത എൻ്റെ മകൻ്റെ ലൈഫ് എന്തിനാണ് നീ വെറുതെ എടുത്തത്? നിനക്ക് അവസാനം വരെ നാണക്കേട് തോന്നുന്നില്ലേ? ഐ സീ. നീയായിരുന്നു എൻ്റെ അമ്മയെ കൊന്നത്. എന്നിട്ട് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് തന്നെ ദയ ചോദിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലെങ്കിലും എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കീട്ടിലെ എപ്പിസോഡ് അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.